വിജിൻ പറഞ്ഞതുപോലെ വിജിൻ പല 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 കാലങ്ങളിലേക്ക് പോവുകയായിരുന്നു. നമുക്കറിയാം ഇവിടെ എന്തൊക്കെ തരത്തിൽ ആളുകളെ സ്വാധീനിക്കുക. നേരത്തെ തുടക്കത്തിലെ പറയുകയായിരുന്നു, അത് എല്ലാതരം തൊഴിലാളികളെയും. ഷൈജു റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ഷൈജു, ആലപ്പുഴയുടെ ഒരു 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 ഏതു തരത്തിൽ ആലപ്പുഴ നമുക്കറിയാം, നമ്മൾ എങ്ങനെയാണ് നമ്മളത് കണ്ടതാണ്, നമ്മൾ അതിൻ്റെ ഒരു ഒരു എത്രത്തോളം ഡെപ്ത് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിൽ അത് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെയും ഇപ്പോൾ വരെയുമുള്ള ആ ഒരു കാഴ്ച അതൊരു ഒരു ഒരു കടലിനടുത്ത് തന്നെ ഒരു സങ്കടക്കടൽ, മറ്റൊരു സങ്കടക്കടൽ രൂപപ്പെടുന്നത് പോലെ ആ രീതിയിൽ ആളുകൾ യാത്രയാക്കുകയാണ്. VS-നെ അവിടെ DC-യിൽ നമ്മൾ പാർട്ടി പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളും ഒപ്പം തന്നെ അതും ചങ്കുപൊട്ടി കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടൊക്കെ മനുഷ്യരവിടെ VS എന്ന് പറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഒരു വലിയ സമ്പാദ്യമുണ്ട് ആലപ്പുഴയെ സംബന്ധിച്ച്. ആ സമ്പാദ്യത്തിൻ്റെ ആ സ്നേഹവും കൂടിയല്ലേ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ധന്യ, VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, അത്തരം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പാകപ്പെടുത്തിയ, രൂപപ്പെടുത്തിയ, അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ സംസാര ഭാഷ എല്ലാം രൂപപ്പെടുത്തിയത് ആലപ്പുഴയാണ്. പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് അദ്ദേഹം പാർട്ടി ക്ലാസ് എടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല ശരീരഭാഷ ഉപയോഗിച്ച് അവരോടൊപ്പം സംസാരിച്ചതിന്റെ കൂടി ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഈ ശരീരഭാഷയുടെ രൂപാന്തരം സംഭവിച്ചത് എന്നുവരെ ഒരു ചരിത്രമാണ്. ആ മണ്ണിലേക്കാണ് അദ്ദേഹം അവസാനമായി വരുന്നത്. ജില്ലാതിർത്തിയായ കായംകുളത്തേക്ക് കയറുമ്പോൾ കനത്ത മഴ, ആ മഴയെയും അവഗണിച്ച് ആയിരക്കണക്കിന് ആളുകൾ കണ്ഠമിടറി മുദ്രാവാക്യം വിളിക്കുകയാണ്. കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ ഓരോ പോയിന്റിലും കായംകുളം വിട്ട് മുന്നോട്ട് വരുമ്പോൾ കരിയില കുളങ്ങര, ഹരിപ്പാട്, മങ്ങിയാറുകുളങ്ങര, കരുവാറ്റ, അമ്പലപ്പുഴ, വണ്ടാനം, അതുവഴി വീട്ടിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ആവേശം, അതായത് കണ്ണീർ കടലാകുന്ന ആ VS അച്യുതാനന്ദന്റെ പ്രസംഗം കേൾക്കാൻ ഓരോ മുക്കുമൂലകളിലും കയറുന്ന ഒരു ആവേശം, അത് കണ്ണീർ കടലാകുന്ന കാഴ്ചയിലേക്ക് വഴിമാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഓരോ വഴികളിലും, പറവൂരിന്റെ ഇടവഴികളിൽ ഒരു ഇരുചക്ര വാഹനത്തിന് പോലും പോകാൻ കഴിയാത്ത വിധം ജനങ്ങൾ ഓരത്ത് നിന്ന് അണമുറിയാതെ മഴയത്ത് മുദ്രാവാക്യം വിളിക്കുന്നു. അരമണിക്കൂറിലേക്ക് ചുരുക്കിയ പൊതുദർശനം അവിടെ മണിക്കൂറുകൾ നീണ്ടു നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിനുശേഷം അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിന്റെ രൂപം കൊടുത്ത, അതിന് ഭാവം കൊടുത്ത, അതിനെല്ലാവിധ ചുക്കാനും പിടിച്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ്, P. കൃഷ്ണപിള്ള സ്മാരക മന്ദിരം, അതിനകത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ ഒടുവിൽ പൊതുദർശനം നീണ്ടുപോകുമ്പോൾ അവിടെ ഗേറ്റ് അടച്ചിടേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ പോയി. അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹം വരുന്ന വഴികൾ വീണ്ടും ഇതേ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ആലപ്പുഴ കടപ്പുറത്തിനടുത്തുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം വരുന്നത്. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. സക്കരിയ ബസാർ കഴിഞ്ഞു. ഇനി ഏതാനും വാര അകലെയാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന്റെ മൃതദേഹം കാത്തിരിക്കുന്ന വലിയ ജനാവലിയെ ഇവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ ഒരു പ്രത്യേകത, കേരളത്തിന്റെ ഒരു പരിച്ഛേദം എന്ന് പറയാവുന്ന തരത്തിൽ എല്ലാ ആളുകളും ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, മന്ത്രിമാർ, MP-മാർ, MLA-മാർ, എല്ലാ കക്ഷിയിലുംപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും നേതാക്കന്മാർ, കോൺഗ്രസ്, CPM, CPI, BJP അടക്കമുള്ള പാർട്ടികളുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇവിടെ അദ്ദേഹത്തെയും കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അടക്കം ഇവിടെയുണ്ട്. കോൺഗ്രസിന്റെ MLA-മാരുണ്ട്, MP-മാരുണ്ട്, BJP നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. അതോടൊപ്പം തന്നെ 10,000-കണക്കിന് ആളുകൾ കുറെ സമയമായി മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ ഈ വേദി 2000 പേർക്ക് ഇരിക്കാവുന്ന വലിയ പന്തലിനകത്താണ് VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നത്. ആ പന്തലിനകത്തും പുറത്തും മുദ്രാവാക്യം വിളികളോടുകൂടി ആയിരക്കണക്കിന് പ്രവർത്തകർ VS അച്യുതാനന്ദന് അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു വാര അകലെയുള്ള ആലപ്പുഴ കടപ്പുറം തിരയാഞ്ഞടിക്കുന്നത് പോലും VS അച്യുതാനന്ദന് ആദരമർപ്പിക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സങ്കട കടൽ തീർത്ത് ആണ് VS അച്യുതാനന്ദൻ
അദ്ദേഹത്തിന്റെ ചേതനയറ്റ ശരീരം ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ ഈ ഹാളിലേക്ക് വരുന്നത്. അല്പസമയത്തിനകം ഇവിടേക്ക് ആ മൃതദേഹം എത്തിച്ചേരും. ഇവിടെ 4 വരികളായി നിർത്തി പൊതുദർശനം പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, 3 മണിക്ക് പൊതുദർശനം ഇവിടെ അവസാനിപ്പിച്ച് 4 മണിക്ക് ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാനിരുന്ന ഒരു മൃതദേഹം ഇപ്പോൾ ഇത്രയും വൈകി ഇവിടെ എത്തുന്നില്ല. ഇനി രാത്രി കഴിയും അദ്ദേഹത്തിന്റെ സംസ്കാരങ്ങൾ നടക്കാൻ. ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിയാൽ 4 വരി നിന്ന് വേഗത്തിൽ ഈ പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ബന്ധപ്പെട്ടവർ നടത്തുന്നത്. മന്ത്രി സജി ചെറിയാന്റെയും പി പ്രസാദിന്റെയും MLA പി ചിത്തരഞ്ജന്റെയും നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത്. ജില്ലാ കളക്ടർ നേരിട്ടെത്തി കാര്യങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിൽ അല്പസമയത്തിനകം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ, അതായത് VS അച്യുതാനന്ദൻ എന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭൗതികദേഹം അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ്. അവസാനത്തെ ആളെയും കാണിച്ച് ഈ പൊതുദർശനം അവസാനിപ്പിക്കും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള വലിയ ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയത്. വിശാലമായ പന്തലിനകത്ത് ആയിരക്കണക്കിന് ആളുകൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. അനൗൺസ്മെന്റ് മുഴങ്ങിക്കഴിഞ്ഞു. VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം ഇവിടെ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള അനൗൺസ്മെന്റ് മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും അടക്കമുള്ള വലിയൊരു നീണ്ട നിര ഇവിടെ അദ്ദേഹത്തെയും കാത്തിരിക്കുന്നു. സാധാരണക്കാർ മുതലുള്ള ആളുകളുടെ മുദ്രാവാക്യ വിളികൾ അദ്ദേഹത്തിന് കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ. അല്പസമയത്തിനകം ഇവിടേക്ക് VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃതദേഹം എത്തിച്ചേരും. ധന്യ. ഷൈജു പറഞ്ഞതുപോലെ അങ്ങനെയാണ് ആ ജനം. നമുക്കറിയാം ആലപ്പുഴയ്ക്ക് എന്തായിരുന്നു VS എന്നുള്ള, ആലപ്പുഴയ്ക്ക് എന്നുള്ളതല്ല, അദ്ദേഹത്തിന് കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ വഴിയിലും, ആ വിലാപയാത്ര വന്ന ഓരോ വഴിയിലും നമ്മൾ അത് കണ്ടതാണ്. അതിനുശേഷം ആലപ്പുഴയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ജനത്തിൽ നമ്മൾ അത് മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കും. രാഷ്ട്രീയ ഭേദമന്യേ, പ്രായഭേദമന്യേ ആളുകൾ എത്രത്തോളം VSനെ നെഞ്ചിലേറ്റിയിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമാണ്, വളരെ വളരെ സാധാരണമായൊരു ജീവിതം, കമ്മ്യൂണിസ്റ്റ് ജീവിതം. അത് വളരെ ലളിതമായി അദ്ദേഹം ജീവിച്ചു കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് അദ്ദേഹം വളരെ ജനമനസ്സുകളിലേക്ക് അത് എത്രത്തോളം വേഗത്തിൽ അദ്ദേഹത്തിന് കയറിയിരിക്കാമായിരുന്നു, അത്രത്തോളം വേഗത്തിൽ ചെറിയ കാലത്തിൽ അദ്ദേഹം കയറിയിരുന്നതാണ്. പിന്നീട് പല തലമുറകൾ മാറി വരുമ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നു മുന്നിൽ എന്നുള്ളതാണ്. അവസാന 80 വയസ്സിന് ശേഷവും അദ്ദേഹം എത്രത്തോളം ഊർജ്ജസ്വലനായി ഓരോ വിഷയങ്ങളിലും ഇടപെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് സ്ത്രീകളുടെ വിഷയമായിക്കോട്ടെ, മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും വിഷയമായിക്കോട്ടെ, ഏത് തരത്തിൽ തനിക്ക് ഇടപെടാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം ഇടപെട്ട് എല്ലാവരുടെയും ഉള്ളിലേക്ക് VSനൊരിടം എന്ന രീതിയിൽ അത് മാറ്റിയെടുക്കാൻ VSന് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറയുകയായിരുന്നു, അത്രയ്ക്ക് നമുക്ക് ആക്സസ് ഉള്ള ഒരു മനുഷ്യൻ ആയിരുന്നില്ല. കുറച്ച് കാർക്കശ്യക്കാരനായിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് എന്തും കയറി സംസാരിക്കാനോ ചോദിക്കാനോ പറ്റുന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം കയറിയിരുന്നു മനുഷ്യർക്കിടയിലേക്ക്, മനുഷ്യരുടെ ഉള്ളിലേക്ക് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി, കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു 7-8 വർഷമായിട്ട് VSനെ കാണാതിരുന്ന മനുഷ്യരാണ്. ആ വർഷത്തിൻ്റെ ഉള്ളിൽ ജനിച്ച മനുഷ്യർ, കുഞ്ഞുങ്ങൾ പോലും VSന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത്. അതായത് അവർ ജനിക്കുമ്പോൾ VS ആക്റ്റീവ് അല്ല, VSനെ കാണുന്നില്ല, VS ചികിത്സയിലാണ്, വയ്യാതിരിക്കുകയാണെങ്കിൽ പോലും അതിനിടയിൽ ജനിച്ച കുഞ്ഞുങ്ങൾ പോലും മുദ്രാവാക്യം വിളിക്കുന്നത് കാണുമ്പോൾ എന്താണ് VSനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, എന്താണ് അവർ ഇനി പഠിക്കാൻ പോകുന്നത്, ഏത് തരത്തിലാണ് VSനി വായിക്കപ്പെടാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു ആശ്ചര്യമായിരുന്നു. ഇല്ലെങ്കിൽ അതൊരു അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഒരാൾക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലാൻ സാധിക്കുക എന്നുള്ളത്, അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു സ്വാഭാവികമായി കാണണം. നമുക്കിതൊരു ആദ്യ കാഴ്ചയായതുകൊണ്ടുള്ള, ഇല്ലെങ്കിൽ
ഇത് മുൻപോ ശേഷവും മുൻപുണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ AKGയുടെയും നായനാറിൻ്റെയും EMSൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ സംസ്കാരം എങ്ങനെയായിരുന്നു, ഇല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ വിലാപയാത്ര, എങ്ങനെയായിരുന്നു ആ തടിച്ചുകൂടിയ ജനം എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത് അവിടെ നിന്നില്ല. ഇത് 3 ദിവസം എടുത്തു. ആ ജനങ്ങൾ മുഴുവൻ കണ്ടു തീർന്നിട്ടില്ല എന്നിട്ടും എന്നുള്ളതാണ്. അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ പോലും ഒരു നോക്കുപോലും കാണാൻ സാധിക്കാത്ത മനുഷ്യരുണ്ടാകുന്നു എന്നുള്ളതാണ്. ഓടുകയാണ്, മനുഷ്യർ ഓടുകയാണ്. DC-യിൽ നിന്ന് ഇറങ്ങി റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ബാക്കിയുള്ളവർക്ക് കാണാമെന്ന് പറയുമ്പോൾ ആ ബസ്സിന് മുന്നേ ഓടുന്ന മനുഷ്യരെ നമ്മൾ കാണുകയാണ്. കാരണം അവിടെയെങ്കിലും പോയി VS-നെ കാണണമെന്ന്. അത് ആലപ്പുഴയിലെ ജനങ്ങളല്ല, ആലപ്പുഴയിലെ ജനങ്ങൾ ആ വഴിയിലുടനീളം നിന്ന് കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് വന്ന് കണ്ടവരുണ്ട്. അതായത് ഇത് പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, വിദേശങ്ങളിൽ നിന്ന് വന്നിറങ്ങിയ മനുഷ്യരെ നമ്മൾ കണ്ടതാണ്. ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ്. പാർട്ടി അനുഭാവികളായിട്ടുള്ളവരും അല്ലാത്തവരും VS-ന്റെ ആരാധകരായിട്ടുള്ള മനുഷ്യർ വന്നിറങ്ങി VS-നെ കാണാൻ കാത്തു നിൽക്കുന്ന കാഴ്ച ആലപ്പുഴയിലെ VS-ന്റെ വീട്ടിൽ നിന്ന് നമ്മൾ രാവിലെ കണ്ടതാണ്. അപ്പം ആ രീതിയിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഹൃദയങ്ങളിൽ എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. 2 ദിവസമായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ മുദ്രാവാക്യം വിളികളിൽ, അവരൊഴുക്കുന്ന കണ്ണീരിൽ, അവരുടെ ഇടറുന്ന തൊണ്ടയിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കുന്നു. VS എന്തായിരുന്നു ആ മനുഷ്യരുടെ ഉള്ളിൽ എന്നുള്ളത്. അങ്ങനെ ഒരു കാലമാണ് അവസാനിക്കുന്നത് എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കമായിട്ട്. അതായത് നമ്മൾ വെറുതെ ആണെങ്കിലും, അതായത് വൈകാരികമായിട്ടൊരു ഇഴയെടുപ്പം മനുഷ്യരുമായിട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും സാധിക്കുന്നതല്ല. പക്ഷേ അങ്ങനെ സാധിക്കുക എന്ന് പറയുന്നത്, അതും VS-നെ പോലെ ഒരാൾക്ക് അത് സാധിച്ചിരുന്നു എന്ന് പറയുന്നതിൻ്റെ നേർസാക്ഷ്യം, നമ്മളതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ തലമുറകൾ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ, ജെൻഡർ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഒരു വ്യത്യാസവും ഒരു മനുഷ്യനുമായിട്ട് ആകെ ഉണ്ടായിരുന്നൊരു വ്യത്യാസം VS-നെ അറിയുന്നവർ, VS-നെ സ്നേഹിക്കുന്നവർ, അല്ലാത്തവർ എന്നതൊരു വ്യത്യാസം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു മനുഷ്യന് പോലും അദ്ദേഹത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത് ഇടപെടലിൽ നിന്നുണ്ടാവുന്നതാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടി നേതാവിനോ ഇല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനോ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല. 100 വർഷമാണ്, നമ്മൾ ഓർക്കണം, 100 വർഷമാണ് അദ്ദേഹത്തിൻ്റെ കൈവെയ് മറന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അദ്ദേഹം അത്രത്തോളം സംരക്ഷിച്ചു പോകുന്നത് ആ നിലനിൽപ്പിന് വേണ്ടി കൂടിയായിരുന്നു. ആ മനുഷ്യർക്ക് വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യായാമങ്ങളുടെയൊക്കെ ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, ഈ പ്രായത്തിലും ഇദ്ദേഹം ഇതെന്താണ് കാണിക്കുന്നത് എന്നൊരു തോന്നൽ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം നമ്മൾ ചിരിച്ചുകൊണ്ട് പറയാറുണ്ട്. പക്ഷേ അതെന്തിനായിരുന്നു? അത് ആ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളാനായിരുന്നു. അദ്ദേഹം ഏറ്റുവാങ്ങിയ പീഡനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടലായിരുന്നു. അദ്ദേഹം ഏറ്റുവാങ്ങിയ ശാരീരിക അവശതകളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുകളായിരുന്നു. അദ്ദേഹം ഏറ്റുവാങ്ങിയ എല്ലാ രീതിയിലുമുള്ള അവഗണനകളിൽ നിന്ന് അദ്ദേഹം ഉണർന്നു വരാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ടൂളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വ്യായാമം ഉൾപ്പെടെ എന്നുള്ളത് പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ വായിച്ചെടുക്കുകയാണ് ഈ മനുഷ്യരെ എല്ലാവരെയും കാണുമ്പോൾ. മുദ്രാവാക്യം വിളികൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ എത്താറായെന്നാണ് മനസ്സിലാക്കുന്നത്. 3 കിലോമീറ്റർ ആണെങ്കിലും അതൊരു വലിയ 3 കിലോമീറ്റർ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് പോലെ അത്രയധികം സമയം അതെടുത്തു എന്നുള്ളതാണ്. DC-യിൽ നിന്ന് 1 മണിക്കൂർ എടുത്തിരിക്കുന്നു റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്താൻ. വേഗത്തിൽ നടന്നാൽ അരമണിക്കൂർ കൊണ്ട്, നടന്നാൽ പോലും എത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് 1 മണിക്കൂർ എടുത്ത് VS എത്തുന്നത്. അതും അത്രയധികം ആളുകൾ അദ്ദേഹത്തിനൊപ്പം മുദ്രാവാക്യം വിളികളുമായി 2 ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ യാത്രയാക്കുന്ന ദൃശ്യങ്ങളാണ്. ഇനിയില്ല VS, ഇനി കാണാൻ സാധിക്കില്ല എന്ന ആ ബോധ്യത്തിൽ നിന്നുയരുന്ന മുദ്രാവാക്യം വിളികളാണ്. അത് നമ്മൾ നെഞ്ചുപൊട്ടി ചങ്കുപൊട്ടി ഉച്ചത്തിൽ വിളിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെനിഞ്ഞാന്ന് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മുദ്രാവാക്യം വിളികൾ എങ്ങനെയാണ് ഉയരുന്നത് എന്ന്. അത്രയധികം ആളുകൾ കാത്തു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മൾ മറ്റൊരു നേതാവിന് ഈ അടുത്ത കാലത്ത്, ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയധികം ആളുകൾ ഈ 2-3 ദിവസങ്ങളിലായിട്ടൊക്കെ കാത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ, VS മരിച്ചു എന്ന് പറഞ്ഞ ആ നിമിഷം ആലപ്പുഴയിലേക്ക് വണ്ടി കയറിയ മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? അങ്ങനെയും ഉണ്ട് മനുഷ്യർ, അങ്ങനെയും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്